സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ ഇസ്രായേലായിരിക്കും ആ ആക്രമണം നയിക്കുക എന്ന് തൻ്റെ വീക്ക്ലി പ്രസ് മീറ്റിംഗിൽ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് മുൻപിലത്തെ ദിവസമാണ് അദ്ദേഹം ഇറാനുമായുള്ള ന്യൂക്ലിയർ ഡിസ്മാൻഡിൽമെൻറ്റുമായി ബന്ധപ്പെട്ട ടോക്ക് ശനിയാഴ്ച ഒമാനിൽ വെച്ച് നടക്കുമെന്നും അത് ഡയറക്റ്റ് ടോക്കാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചന നടത്തിയതിനു ശേഷമല്ല ട്രംപ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. അത് യൂണിലാറ്ററലായി തികച്ചും ഏകപക്ഷീയമായി ട്രംപ് പ്രഖ്യാപിച്ചതാണ്. അത് പ്രഖ്യാപനം ലോകമാധ്യമങ്ങളിലൂടെ ട്രംപ് ഇറാന് നൽകിയിരിക്കുകയാണ്. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ല അത് നൽകിയിരിക്കുന്നത്. ഡിപ്ലോമാറ്റിക് ചാനൽ എന്ന് പറയാൻ 1979 ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സ് ഇല്ല. 1979 അവർ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സ് നിന്നുപോയതാണ്. ഈ കഴിഞ്ഞ മാസം ട്രംപ് ഖമനേയിക്ക് ഒരു കത്ത് കൈമാറിയത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വഴിയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അമേരിക്കൻ അംബാസിഡർ അവിടുത്തെ ഗവൺമെന്റിനെയാണ് ആ കത്ത് ഏൽപ്പിച്ചത്. ആ ഗവൺമെന്റ് അത് ഇറാനിയൻ അംബാസിഡറെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുള്ള ഇറാനിയൻ അംബാസിഡറെ കത്തേൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ അംബാസിഡർ വഴിയാണ് ഈ കത്ത് ഖമനേയിക്ക് കിട്ടുന്നത്. പിന്നെ ഖമനേയിയും ട്രംപും തമ്മിലുള്ള സംസാരമൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ഖമനേയി ഈ കത്തിനെ നിഷേധിക്കുകയും ഞങ്ങൾ ഒരു തരത്തിലും വഴങ്ങുകയില്ല, അമേരിക്ക ഞങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വരേണ്ടതില്ല മുതലായ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. അതേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ട്രംപ് നിരന്തരമായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നേരിട്ടുള്ള ടോക്ക് മാത്രം, മൂന്നാം കക്ഷി വഴിയില്ല. ഖമനേയി വഴങ്ങുകയില്ല എന്ന് പറയുമ്പോഴും ഇറാന്റെ പ്രസിഡന്റ് പെഷേസ്കിയാണ് ചർച്ചകൾക്ക് 100 വട്ടം തയ്യാറാണ്. പക്ഷേ തേർഡ് പേഴ്സൺ വഴി മാത്രമേ ചർച്ച നടത്തുകയുള്ളൂ. അതാണ് ഖമനേയിയുടെ തീരുമാനമെന്നാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ സൺഡേ ആണ് ട്രംപ് നെതന്യാഹുവുമായുള്ള മീറ്റിംഗിന് ശേഷം പ്രഖ്യാപിച്ചത് അടുത്ത ശനിയാഴ്ച ഒമാനിൽ വെച്ച് ഇറാനുമായി നേരിട്ട കൂടിക്കാഴ്ച നടത്തും. അത് പറയുമ്പോൾ മാത്രമാണ് ഇറാൻ അറിയും നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അത് കഴിഞ്ഞാണ് ഇറാനിൽ നിന്നുള്ള റെസ്പോൺസിൽ വരുന്നത്. അല്ല, കൂടിക്കാഴ്ച നടത്തും, അവരപ്പോൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇൻഡയറക്റ്റ് ആണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ട്രംപ് പറഞ്ഞു ഇൻഡയറക്റ്റ് ഇല്ല, ഡയറക്റ്റ് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ശനിയാഴ്ച അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും കൂടാതെ അദ്ദേഹത്തിന്റെ സംഘവും ഒമാനിലുണ്ടാവും. ഇറാന് വേണമെങ്കിൽ വരാം സംസാരിക്കാൻ, വന്ന് സംസാരിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവും. അത് എന്താണല്ലോ ഒബ്വിയസ്, വളരെ വ്യക്തം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇറാനെ ആക്രമിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ ആക്രമണം ലീഡ് ചെയ്യുന്നത് ഇസ്രായേലായിരിക്കും. അതായത് ഏറ്റവും മുൻപിൽ പറക്കുന്നത് ഇസ്രായേലിന്റെ മിസൈലുകളും ഇസ്രായേലിന്റെ ബോംബറുകളുമായിരിക്കും എന്ന് ആ കൃത്യമായ ധാരണയിൽ അവരുടെ യുദ്ധത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇറാനെ എങ്ങനെ സ്ട്രൈക്ക് എന്നാണ് അവർ ഉപയോഗിക്കുന്ന വേർഡ്, വാർ എന്നുള്ള വേർഡല്ല ഉപയോഗിക്കുന്നത്, സ്ട്രൈക്ക്. ഇറാനെ സ്ട്രൈക്ക് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ മുൻപിൽ ഉണ്ടാവുന്നത് ഇസ്രായേലായിരിക്കും. അപ്പോൾ അതേ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അമേരിക്കയ്ക്ക് എവിടെയെങ്കിലും ഒരു ലീഡർഷിപ്പ് ആവശ്യമുള്ളത് കൊണ്ടല്ല അങ്ങനെ ഇസ്രായേലിനെ കൊണ്ട് ലീഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. വാദത്തിന് കുറുന്തോട്ടി മരുന്ന് എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിക ഭീകരതയ്ക്കുള്ള ഒന്നാമത്തെ ആന്റിഡോട്ട് എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേൽ മുൻപിൽ പോകട്ടെ എന്നാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് ഉദ്ദേശിച്ചുള്ളത് എന്നാണ് ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതിനിടയിലൂടെ എപ്പോഴും ഇവർ ഇസ്രായേൽ ആവട്ടെ അമേരിക്ക ആവട്ടെ ലിബിയ മോഡൽ എടുത്തു പറയുന്നുണ്ട്. 2003 ലിബിയ പൂർണ്ണമായും അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ്, ആറ്റമിക് ബോംബ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റീസ് പരിപൂർണമായും അവർ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. അത് അമേരിക്കയുടെ മേൽനോട്ടത്തിലാണ് നശിപ്പിച്ചത്. അപ്പോൾ അതാണ് എപ്പോഴും അവർ എടുത്തു പറയുന്നത് ലിബിയ മോഡൽ. ഈ ലിബിയ മോഡൽ പറയുമ്പം അതിന്റെ പുറകിൽ വേറൊരു സാധനമുണ്ട്. ലിബിയയിലെ ഗദ്ദാഫിക്ക് എന്താ സംഭവിച്ചതെന്നും കൂടി അവിടെ ഉണ്ട്. ലിബിയയിലെ ഗദ്ദാഫി റോഡിലെ ടണലിനടിയിൽ കയറി ഒളിച്ചിരുന്നിടത്തുനിന്ന് നാട്ടുകാർ വലിച്ച് പുറത്തിട്ട് തല്ലിക്കൊലയായിരുന്നു. അപ്പൊ ഇവരെ ലിബിയയെ റെഫറൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും ഇവിടെയുള്ള നേതാവിന് ലിബിയയിലെ ഗദ്ദാഫി എങ്ങനെ ലിബിയയെ ചവിട്ടി അടക്കി ഭരിച്ചുവോ അതുപോലെ ഇന്ന് ഇറാനെ ചവിട്ടി അരച്ച് അടക്കി ഭരിക്കുന്ന ഒരാളുണ്ട്. ഒരു സ്ത്രീക്ക് മുടി പുറത്ത് കാണിച്ച് പുറത്തിറങ്ങാൻ മേലാത്ത സാഹചര്യമുള്ളവര്, പർദ്ദയിൽ നിന്ന് പുറത്തിറങ്ങിയവരെ തലതല്ലി പൊട്ടിക്കുന്ന സാഹചര്യം, ഈ സാഹചര്യം നിലവിലുള്ള, അതുപോലെ ലിബിയയിലെ ഗദ്ദാഫി എങ്ങനെ ചവിട്ടി ഒതുക്കി ഭരിച്ചു പോകുമ്പോൾ അതുപോലെ ചവിട്ടി ഒതുക്കി ഭരിക്കുന്ന ഒരു നേതാവ് ഇറാനിലുണ്ട്. അയാൾക്ക് വരാൻ പോകുന്ന ഗതിയും ഇതുതന്നെയാണ് എന്നാണ് ഇവർ ലിബിയയെ റെഫറൻസായി പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ലിബിയയുടെ പേരും കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ആകട്ടെ ട്രംപ് ആവട്ടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പെഷസ്കിയാൻ പറഞ്ഞു, ഇന്ന് മിനിഞ്ഞാന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നത്, വി ആർ നോട്ട് ആഫ്റ്റർ എ ന്യൂക്ലിയർ ബോംബ്, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതേ ഇല്ല, അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. യു ഹാവ് വെരിഫൈഡ് ഇറ്റ് 100 times, ഡു ഇറ്റ് 1000 more times എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്
ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടേയില്ല, ശ്രമിക്കുന്നതുമില്ല. നിങ്ങളത് 100 തവണ വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ 1000 തവണ കൂടി ഇവിടെ വന്ന് വെരിഫൈ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പെഷാസ്കിയന്റെ വാക്കുകളിൽ ഒരു പരിപൂർണ്ണ കീഴടങ്ങലാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഇറാന്റെ മുഴുവൻ ന്യൂക്ലിയർ സൈറ്റുകളും തുറന്നിട്ട് കൊടുക്കാനും വെസ്റ്റേൺ സയന്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ എക്സ്പെർട്ടുകൾക്ക് അവിടെ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവർ ന്യൂക്ലിയർ ബോംബിന് പർസ്യൂ ചെയ്യുന്നില്ല എന്നുറപ്പിക്കാനുള്ള സാഹചര്യം 1000 തവണ ഒരുക്കി കൊടുക്കാം എന്നാണ് പെഷേസ്ക്യാൻ പറയുന്നത്. കൂടെ അദ്ദേഹം തന്നെ പറഞ്ഞു, ടോക്കിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ നേതാവിന് ഇൻഡയറക്റ്റ് ടോക്കാണ് ഇഷ്ടം, അതുകൊണ്ട് ഇൻഡയറക്റ്റ് ടോക്കാണ് ഉണ്ടാവുക, എന്തായാലും ഒമാനിൽ ശനിയാഴ്ച ഞങ്ങൾ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. കാര്യങ്ങൾ ഏകദേശം സെറ്റിൽ ആവും എന്ന് വേണം വിചാരിക്കാൻ. ഇൻ കേസിൽ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നിശ്ചയമായും തുടർന്ന് അധികം താമസിയാതെ അടുത്ത ദിവസം തന്നെ മിക്കവാറും ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കപ്പെടും. അതിനിടയിലൂടെ റോയിറ്റേഴ്സ് നടത്തിയ ഒരു പഠനത്തിൽ അവർ മനസ്സിലാക്കുന്നത് ഇറാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് പരിപൂർണമായും തകർക്കണമെങ്കിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം വേണ്ടിവരും എന്നാണ് റോയിറ്റേഴ്സിന്റെ പഠനം വെളിവാക്കുന്നത്. കാരണം ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ വലിയ കുന്നുകളുടെ അടിയിലാണ്. അവിടെയുള്ള വലിയ കുന്നുകളുടെ അടിയിൽ തുരങ്കങ്ങൾ സൃഷ്ടിച്ച് അതിനകത്താണ് ഈ സംഗതികൾ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് ഒരു കരസേന ഇറാൻ പ്രവേശിച്ച് യുദ്ധം ചെയ്യുക എന്നുള്ളത് എന്തായാലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഓപ്ഷനുകളില്ല എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ ഓപ്ഷനുകളിൽ എന്നുള്ളത് ആകാശത്തുള്ള സ്ട്രൈക്ക് തന്നെയാണ്. അപ്പം ആകാശത്തുള്ള സ്ട്രൈക്കുകൾ വഴി ഈ പർവ്വതങ്ങളുടെ അടിയിലിരിക്കുന്ന സാധനം തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിയാൽ മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ആക്രമണം ആഴ്ചകളോട് നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം ആവശ്യമായി വരും എന്നാണ് റോയിറ്റേഴ്സ് നടത്തിയ ഒരു പഠനത്തിൽ നിന്നും അവർ പറയുന്നത്. അതിനിടയിലൂടെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന് പറയുന്ന ഈ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിം പുരോഹിതന്മാരുടെയും ഒരു സംഘടനയുണ്ട്. ആ സംഘടന അവരുടെ ഒരു മീറ്റിംഗിൽ വെച്ചൊരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഉടനെ തന്നെ തുടച്ചു നീക്കണം എന്നുള്ളത്. അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അലി അൽ ഖറൈഷിയാണ് ഈ പ്രസ്താവന സംഘടനയ്ക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ എതിർത്തുകൊണ്ട് അതിനകത്തുള്ള ഈ സംഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ സെക്രട്ടറി കഴിഞ്ഞ ഒത്തിരി തലയെടുപ്പുള്ള ഈജിപ്ഷ്യൻ ഗ്രാൻഡ് മുഫ്തി അയ്യാദ് എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം ഈ ലോകത്തിലെ 170 കോടി സുന്നി മുസ്ലിങ്ങളുടെ നേതാവാണ്. ഈജിപ്ഷ്യൻ ഗ്രാൻഡ് മുഫ്തി അയ്യാദ് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഇറക്കരുത് എന്ന് ഈ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സിന്റെ സെക്രട്ടറി അലി അൽ ഖുറൈഷിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇസ്ലാമിക ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ വരുന്ന വലിയ വ്യത്യാസമാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. ഇപ്പൊ ഇത്തരം ഈ തീവ്രവാദികളുടെ സംഘടന ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു തീവ്രവാദികളായിട്ടുള്ള ആളുകൾ, മൊരട്ടുവാദികൾ, സ്കൂളിൽ പോയിട്ടില്ലാത്ത കുറെ ആളുകളുടെ ഒരു സംഘമായിരിക്കാനാണ് സാധ്യത. അപ്പം അതിന്റെ സംഘത്തിന്റെ തലവനായിട്ടുള്ള അലി അൽ ഖുറൈഷിയാണ് ഈ പ്രസ്താവന നടത്തിയുള്ള ഇസ്രായേലിനെ ഭൂമുഖത്ത് തുടച്ചു നീക്കണം, കാരണം പാലസ്തീനുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇദ്ദേഹം ഈ ഈജിപ്ഷ്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഇതുപോലെ വളരെ വിവരമുള്ള ആളുകൾ ഇപ്പോൾ ഇസ്ലാമിന്റെ തലപ്പത്തുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അദ്ദേഹത്തിന്റെ പേര് അയ്യാദ് എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ മതത്തിന്റെ പേരിൽ ഇറക്കി വിടരുത്. ഇസ്രായേലിന്റെ പാലസ്തീനും പ്രശ്നം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ മതപരമായല്ല കൈകാര്യം ചെയ്യേണ്ടത്, രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയമായി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഇസ്ലാമിക ലോകത്തിലും പതുക്കെ ആധുനിക ചിന്തകളുടെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ വെളിച്ചം കുറേശ്ശെ വീശി തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാവർക്കും മതമുണ്ട്. എല്ലാ മതങ്ങളിലും നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോരോ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ മതങ്ങൾ രക്ഷപ്പെട്ട് വരുന്നത് മനുഷ്യൻ കൂടുതൽ സംസ്കൃത ചിത്തനാവുന്നതനുസരിച്ച് മതനിയമങ്ങളിലെ പൊട്ടുമ്പോടും ഇങ്ങനെ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾ തുടച്ചു നീക്കിക്കൊണ്ട് മനുഷ്യോചിതമായ അല്ലെങ്കിൽ ദൈവം എന്നുള്ളത് സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും അതിനാൽ തന്നെ സഹോദരങ്ങളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജീവന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റ് മതങ്ങളിലുള്ള എല്ലാവരും കാലത്തിനൊത്ത് ഉയർന്നുയർന്ന് സംസ്കൃത ചിത്തരായി വരികയും ഒരു കൂട്ടര് മാത്രം 6-ാം നൂറ്റാണ്ടിലെ വെറും മൃഗതുല്യമായ ചിന്തകളിൽ തടസ്സപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നത് കൊണ്ടാവുന്ന ഈ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇന്ന് ഇസ്ലാമിക ലോകത്തിലും നല്ലൊരു ശതമാനം ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തീർത്തും ശുഭോദർക്കമായ സംഗതിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനിടയിലൂടെ ലെബനോണിലെ ഹിസ്ബുള്ള ഡിസാം ചെയ്യാൻ അവർ പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണെന്ന് ലെബനീസ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിർത്തുകയാണെങ്കിൽ ഹിസ്ബുള്ള പരിപൂർണമായും ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് ലെബനോൺ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ
ഇറാഖിലെ ഹിസ്ബുള്ള അടക്കമുള്ള എല്ലാ തീവ്രവാദികളും കഴിഞ്ഞ ആഴ്ച തന്നെ അമേരിക്ക അറിയിച്ചിട്ടുണ്ട് അവർ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്. അത് ഹൂത്തിക്കിട്ട് കിട്ടുന്ന അടി കണ്ടിട്ട് നാളെ നമ്മുടെ തലക്കിട്ട് ഇത് വന്ന് വീഴുമെന്ന് പേടിച്ചിട്ടാണ് ഇറാഖിൽ ഇത് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ലെബനോണിൽ സംഭവിക്കുന്ന, ലെബനോണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അടി താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ലെബനോണിൽ ഇത് പറയുന്നത്. അതുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങാൻ ലോകത്തെമ്പാടുമുള്ള ഭീകര പ്രവർത്തകർ, ഇസ്ലാമിക ഭീകരർ, ഇസ്ലാമിൻ്റെ പേരിൽ ഭീകരത നടക്കുന്ന, മനുഷ്യരെ കൊല്ലാൻ തക്കം പാർത്ത് നടക്കുന്ന ഭീകരന്മാർ തയ്യാറാവുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വാർത്തയായി ഈ ദിവസങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്.